സങ്കീർത്തനം 34:5 പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സങ്കീർത്തനം 34 ഒരു വിടുതൽ സങ്കീർത്തനമാണ്. ദാവീദ് അത് എഴുതിയത് വലിയ ഭയത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ അത് ദൈവത്തിലുള്ള ആത്മവിശ്വാസത്താൽ നിറഞ്ഞിരിക്കുന്നു. കർത്താവിലേക്ക് തിരിയുന്നവരെക്കുറിച്ചുള്ള മനോഹരമായ ഒരു സത്യം 5-ാം വാക്യം നൽകുന്നു. അവർ രൂപാന്തരപ്പെടുന്നു. കർത്താവിനെ നോക്കുക, എന്നാൽ അവനിൽ പൂർണ്ണമായി ആശ്രയിക്കുക എന്നതാണ്. ഇത് ക്ഷണികമായ ഒരു നോട്ടമല്ല, മറിച്ച് വിശ്വാസത്തിന്റെ ഒരു സ്ഥിരമായ നോട്ടമാണ്. ഇതാണ് രക്ഷയുടെ കാതൽ. സ്വയത്തിൽ നിന്ന് മാറി ക്രിസ്തുവിലേക്ക് നോക്കുക. യോഹന്നാൻ 3:14-15 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞതുപോലെ, മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. രക്ഷപ്പെടാനുള്ള ഏക മാർഗം യേശുവിനെ നോക്കുക എന്നതാണ്. യെശയ്യാവ് 45:22 പറയുന്നു, സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞു രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. കർത്താവിനോട് സംസാരിച്ചതിനു ശേഷം മോശയുടെ മുഖം പ്രകാശിച്ചതുപോലെ ദൈവത്തെ അറിയുന്നതിൽ നിന്നുള്ള ആന്തരിക സന്തോഷത്താൽ വിശ്വാസി പ്രകാശിക്കുന്നു. യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. നാം അവനിൽ നടക്കുമ്പോൾ ഇരുട്ടിന് നിലനിൽക്കാൻ കഴിയില്ല. പാപം ലജ്ജ കൊണ്ടുവരുന്നു. അത് നിമിത്തം ആദാമും ഹവ്വയും ദൈവത്തിൽ നിന്ന് ഒളിച്ചു. എന്നാൽ സങ്കീർത്തനം 34:5 പറയുന്നത്, കർത്താവിനെ നോക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കില്ല എന്നാണ്. റോമർ 10:11 ഇത് പ്രതിധ്വനിപ്പിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കുകയില്ല. എന്തുകൊണ്ട്? കാരണം ക്രിസ്തുവിൽ നാം നീതീകരിക്കപ്പെട്ടവരും ക്ഷമിക്കപ്പെട്ടവരും അംഗീകരിക്കപ്പെട്ടവരും നീതി ധരിച്ചവരുമാണ്.